ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരത്തോരനാണ്. എല്ലാ ഇലക്കറി എല്ലാം നമ്മൾക്ക് ആരോഗ്യത്തിന് വളരെ ഗുണമുള്ള സാധനങ്ങളാണ്. ഇതിപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന ചീരയിൽ ബാക്കി വന്ന കുറച്ച് ചീരയാണ്. അതിനെ ഒരുമിച്ച് വെച്ചിരിക്കുകയായിരുന്നു, എപ്പോഴെങ്കിലും പറിച്ച് തോരൻ വെക്കാൻ. അപ്പോൾ ഇന്നിപ്പം ഇത്ര ആയ സ്ഥിതിക്ക് ഇതങ്ങ് പറിക്കുകയാണ്. അപ്പോൾ ചീരതെ റെഡി. ഏത് കളർ ചീര വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിന് തണ്ടൊന്നും ഇതിന് വേസ്റ്റായിട്ട് കളയുന്നില്ല. തണ്ടും അതെല്ലാം നമുക്ക് ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വൃത്തിക്ക് കഴുകിയെടുത്ത് ഇലകളൊക്കെ നോക്കി കൃത്യമായിട്ട് അതിനകത്തൊന്നും ഒന്നുമില്ല, അഴുക്കൊന്നുമില്ല, പ്രാണികളൊന്നുമില്ല. ചിലതിനകത്തൊക്കെ ചിലന്തി വല പോലെയൊക്കെ കാണും, പുഴു കാണും. അതൊക്കെ കേടായ ഇലകളൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് കണ്ട് ബോധിച്ചൊക്കെ എന്ന് തോന്നുന്ന ഇലകളും തണ്ടുകളും എടുത്ത് നമ്മൾ അരിഞ്ഞ് തോരൻ വയ്ക്കുന്നതാണ്. ചീര ഇപ്പോൾ വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ആദ്യം തണ്ടരിയണം. പിന്നെ ഇച്ചിരി ഓരോ പിടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വേണം അരിയാൻ. കുരുന്ന് ചീര ആയതുകൊണ്ട് എല്ലാം വേഗം തണ്ടും ഇലയും എല്ലാം ഇളം തണ്ടുകളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ ചീര ഇലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തോരൻ വയ്ക്കാം. രാവിലെ പറിച്ച് അരിഞ്ഞു വെച്ച ചീരയാണ്. ഇതിപ്പോൾ തോരൻ വെക്കാൻ പോവുകയാണ്. ഇതിനകത്ത് എണ്ണ വെച്ചു. എണ്ണ മൂത്ത് വരുന്നുണ്ട്. കടുക് അങ്ങോട്ടിടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇച്ചിരി കരിവേപ്പില അങ്ങോട്ട് ഇടുക. കടുക് പൊട്ടിയില്ല, പൊട്ടുന്നേ ഉള്ളൂ. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ചതച്ച് വെച്ചേക്കുന്നത് ഒരു വെളുത്തുള്ളി, 2 പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രയും മതി ചീരയ്ക്ക്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചീരയ്ക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ചെടുത്തത്. ഇനി ചീര ഇടാൻ പോകുന്ന ആദ്യമേ ചീരയുടെ തണ്ട് അങ്ങോട്ടില്ല. തണ്ടിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് കണ്ടിട്ട് പിന്നെ ഇല ഇങ്ങോട്ടിടാൻ പോവാണ്. ചീരക്കധികം വെള്ളം വേണ്ട, അതുകൊണ്ട് ഇതൊന്നിട്ട് നല്ല എണ്ണക്കകത്തൊന്ന് വഴറ്റി അരപ്പെല്ലാം ഒന്ന് പിടിച്ച് വരണം. ഉപ്പ് ഞാൻ ചതച്ചപ്പോഴും കൂടെ ഇട്ടിരുന്നു. ഞാൻ അരപ്പ് ചതച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഉപ്പ് വേണ്ട. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ചീരയ്ക്കധികം വെള്ളമൊന്നും വേണ്ട വേകാൻ. ആവി കയറുമ്പോഴത്തേക്ക് ചീര റെഡിയാവും. പിന്നെ ഉപ്പും ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാനാണ് ചതച്ച അത് കഴുകി ഇച്ചിരി കൈവെള്ളം തളിച്ചേക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇതങ്ങോട്ട് അടച്ചിങ്ങനെ വെച്ച ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ചീരത്തോരൻ റെഡിയാവും. അരപ്പ് നമ്മൾ ഉണ്ടാക്കിയതിനകത്ത് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ തേങ്ങ ഉണ്ടല്ലോ, അപ്പം അത് അത്രയും മതി അരപ്പിന്. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. ബൈ.